നിങ്ങളുടെ ഡോഗ് നിങ്ങൾ വിളിച്ചാൽ വരാതിരിക്കാറുണ്ടോ? നടക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ മണപ്പിച്ച് ഏതെങ്കിലും വഴി പോകാറുണ്ടോ? രാവിലെ ഹൈലി എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പാടുപെടാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ പേരന്റിങ്ങിൽ ചെറിയൊരു കാര്യം മിസ്സിംഗ് ആണ്. എന്തായിരിക്കും ഈ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഡോഗിന്റെ? ഫുഡ്. എല്ലാ പെറ്റ് ഓണേഴ്സും കൊടുക്കാറില്ലേ ഡോഗ്സിന് ഫുഡ്? ആരും മിസ്സാക്കാറില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. അവർക്ക് ഉറങ്ങാനും കിടക്കാനുമായിട്ടുള്ള സ്ഥലം ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആരും മിസ്സിങ് വരുത്താറില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഒരുവിധം എല്ലാവരും സ്നേഹിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലർക്ക് അങ്ങോട്ട് പറ്റാറില്ല. അതായത് ഒരു കണക്ഷൻ കിട്ടാത്തിടത്തോളം ചിലപ്പോൾ പതുക്കെ അകന്നകന്ന് പോകാറുണ്ട്. അതും ഒരുവിധം കൊടുക്കുമെന്ന് തന്നെ പറയാം. എല്ലാവരും മിസ്സായി പോകുന്ന കാര്യം എന്താണെന്നറിയാവോ? അതാണ്ട് ഇത് തന്നെയാണ്. അവരുടെ ഒരു പ്ലേ ടൈം, അവരുടെ ഡ്രൈവുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഗെയിംസ്, ഇതൊക്കെ മിസ്സാക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഡോഗ്സ് കൺട്രോളിൽ നിൽക്കാത്തതെന്ന് പറയുന്നത്. പപ്പീസിന് ക്രേസി പീരീഡ് എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. നമ്മൾ ഫുഡ് കൊടുക്കുന്നു. ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? ഇത് ബ്രേക്ക് ഡൗൺ ആവുകയും എനർജി ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. അപ്പം 4 നേരം നിങ്ങളൊരു പപ്പിക്ക് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 നേരത്തെ ഫുഡും കൂടെ ഏകദേശം അക്യുമുലേറ്റ് ചെയ്ത് എനർജി പീക്കിൽ വരുന്ന ഒരു സമയം അല്ലെന്നുണ്ടെങ്കിൽ 2 സമയം മിക്കവാറും പപ്പീസിനും ഡോഗ്സിനെ കൊണ്ടാറുണ്ട്. 3 മാസത്തിൽ താഴെയുള്ള പപ്പീസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്രാന്ത് പിടിച്ചോണം കിടന്ന് ഇങ്ങനെ ചന്നം പുന്നെ ഓടുന്നത് കാണാം. ഈ ഓടുന്ന ആ ഒരു ടൈമാണ് അവരുടെ പീക്ക് എനർജി ക്രേസി പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു എന്തായാലും ബിസ്ക്കറ്റിന്റെ പീസ് കാണിച്ചിട്ട് കളിപ്പിക്കാൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല. അവിടാണ് ഗെയിംസ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഗെയിംസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്രൈവ് അനുസരിച്ചിട്ടുള്ള ഗെയിംസ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ ഡ്രൈവ് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആട്ടോ. ചില ഡോഗ്സിന് ടോയ് എടുത്തായിരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ചില ഡോഗ്സിന് എന്ന് പറയുന്നത് വേറൊരു കാര്യത്തിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം? ഇവര് സ്വന്തമായിട്ട് ഗെയിംസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഗെയിംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് മാച്ച് ആവുന്നതായിരിക്കത്തില്ല. ചിലപ്പോൾ ചില സാധനങ്ങൾ ഇങ്ങനെ കടിച്ചു പറിച്ച് ആ എനർജി റിലീസ് ചെയ്യുന്ന ഡോഗ്സ് ഉണ്ട്. കണ്ണി കണ്ടതെല്ലാം നശിപ്പിച്ചിട്ട് പോകുന്ന ഡോഗ്സ് ഉണ്ട്. അവിടെ ഇവിടെ എല്ലാം കുഴി മാന്തി വയ്ക്കുന്ന ഡോഗ്സ് ഉണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടിട്ടാണ്? ആ പീക്ക് എനർജി ടൈം നമ്മൾ റോങ് ആയിട്ട് ഉള്ള രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടോ അവിടെ നമ്മൾ മിസ് ആയി പോയത് കൊണ്ടിട്ടോ ആണ്. ഹൈലി എനർജറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അവരെ പഠിപ്പിക്കുന്നതാണ് ഒരു 70% ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് തീർച്ചയായിട്ടും എല്ലാവരും ആ സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സ്മെല്ലിംഗ് ഗെയിം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് എല്ലാ ഡോഗ്സിനും ആ ഒരു ഡ്രൈവ് ഉണ്ടായിരിക്കും, സ്മെല്ല് ചെയ്ത് ട്രാക്ക് ചെയ്ത് പോകുക എന്ന് പറയുന്നത്. ഇതാദ്യം അടുത്തടുത്ത സ്ഥലങ്ങളിൽ വെക്കുക, പിന്നെ ദൂരോട്ട് മാറ്റി വെച്ച് പോവുക. പിന്നെ ഒരു ഏജൊക്കെ കഴിയുമ്പോഴത്തേന് ഒരു 6 മാസം 7 മാസം 8 മാസമൊക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഡ്രൈവ് ചേഞ്ച് ആവാം. അപ്പോൾ ആ ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും അടുത്ത ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഈ ഒരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ അവർ കളിച്ചോളും. അവർ കളിച്ചാലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വരാനും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി കല്ലിഞ്ഞ് വന്നേ, ഗുഡ്. ഇനി തിരിച്ചു വരും. ഇവർക്ക് 3 പേർക്കും കൂടെ വേണേൽ പോയി കളിച്ചുകൂടെ? 3 പേർക്ക് കൂടെ വേണമെങ്കിൽ കളിക്കാം. ഇതിനകത്ത് ഒരാളെ നമ്മൾ അങ്ങനെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് കാത്തു. ഇപ്പൊ കാത്തുവിന് നമ്മൾ ബോൾ കൊടുക്കാന്ന് നോക്കിയാ വ്യത്യാസം കണ്ടോണം. കാത്തുവിന് നമ്മൾ ബോൾ കൊടുക്കുമ്പോൾ അവളെ സ്വന്തമായിട്ട് കളിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. വിട്ടുകൊടുത്തതെന്ന് പറയുന്നത് പരീക്ഷണാർത്ഥം വിട്ടുകൊടുക്കുന്നതാണ്. ആ സമയത്തിന് കല്ലുവിനെ നമ്മൾ കളിപ്പിച്ചപ്പോൾ എങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാലും ഞാനുമായിട്ട് കളിക്കാനാണ് കൂടുതൽ പഠിപ്പിച്ചേക്കുന്നത്. ഇതിനകത്ത് കാത്തു എന്ന് പറയുന്നത് ഈ കല്ലുവിനെ കാട്ടിൽ കുറച്ചുകൂടെ കൺട്രോൾ കുറയാനുള്ള റീസൺ എന്താണ്? ഗെയിം ഞാനുമായിട്ടല്ല, ആ ബോളുമായിട്ട് കണക്റ്റ് ആണ്. പക്ഷെ ഞാനുമായിട്ടുള്ള കണക്ഷൻ അല്പം കുറവാണ്. നമുക്ക് ഇന്റൻഷനലി അങ്ങനെ ഒന്ന് കുറച്ച് നോക്കിയതാണ്. കാരണം 2-3 ടൈപ്പ് റിസൾട്ട് ഒന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇവിടെ ഇപ്പം ഞാൻ നിർബന്ധമായിട്ട് വിളിച്ചു കൊണ്ടുവന്നാലേ വരത്തുള്ളൂ. ആ സമയത്തിന് കല്ലുവാണെന്നുണ്ടെങ്കിലോ എൻ്റെ അടുത്തോട്ടിങ്ങി വരും. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് ഇവർ ക്ഷീണിച്ച് കിടക്കുന്ന സമയത്തല്ല, നമ്മൾ അവർക്ക് ഏറ്റവും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കൂടെ നിന്ന് ചെയ്യും. ആദ്യത്തെ 2-3 ദിവസം അല്പം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും ലൈഫ് ലോങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു കണക്ഷൻ നമ്മുടെ അടുത്തുണ്ട്. ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഇനി ഇതേ കാര്യം ഞാനിപ്പോൾ കൊടുക്കാം. എന്നാ പോയെടുത്തോണ്ട് പോ. ഓ ഇപ്പം ഞാൻ ബോൾ എറിഞ്ഞില്ല കേട്ടോ, ബോൾ എൻ്റെ കയ്യിലാണ്. ഇനി തിരിച്ചു വരും. ഓക്കെ എന്നാ പോ. ട്യൂണയുടെ കാശ് നോക്കുക. ട്യൂണ എന്ന് പറയുന്നത് ഞാനുമായിട്ടല്ല കണക്ഷൻ. കാരണം എന്താ നോക്കിക്കോ, ട്യൂണയുടെ നോട്ടം എങ്ങോട്ടാന്ന് നോക്കിക്കണം. ഞാൻ ഇവിടെ നിൽക്കുവാണ്, എൻ്റെ കൈ ഇവിടാണ്, ട്യൂണയുടെ നോട്ടം അങ്ങോട്ടാണ്. കല്ലുവിൻ്റെ നോട്ടം എവിടാ? കല്ലുവിൻ്റെ നോട്ടം എൻ്റെ മുഖത്തിന് നേരെയാണ്. ഇത് കണ്ട, ഓരോരുത്തരെയും ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ചെയ്യുന്നത്. ഒരിക്കലും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകല്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെൻ്റെ കൂടെ വരുന്നത് എന്തുകൊണ്ടിട്ടാണ്? ഇവര് ആ ഒരു എല്ലാവരും എനർജറ്റിക് ആയിട്ട് നിൽക്കുമല്ലേ. ഈ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടത്തിന് പോകുമല്ല. ഇതേ സമയം തന്നെ നമുക്ക് ടെസ്സയോ ഒക്കെ വിട്ടു നോക്കി കഴിഞ്ഞാൽ അവരെ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ പല വഴിക്ക് പോകുന്നതായിട്ട് കാണാം. വേറെ രീതിയിൽ ട്രെയിൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ ലീഷിനകത്ത് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്ത് ഓരോരുത്തരെ ഓരോ രീതി പരീക്ഷിച്ചിട്ടുണ്ട്.
പക്ഷേ ഇവര് ഈ എനർജറ്റിക് ആയിട്ടുള്ള സമയത്ത് എൻ്റെ അടുത്തോട്ട് ഓടി വരും, കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മിസ്സാക്കരുത്. ഈ ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേനെ എല്ലാവർക്കും ഫുഡ് ആയിരിക്കത്തില്ല. ചില ഡോഗ്സിന് ഫുഡ് കാണും, ചില ഡോഗ്സിന് വേറൊരു കാര്യത്തിലായിരിക്കും ഡ്രൈവ്. ലീഷി പിടിച്ചു കഴിഞ്ഞാൽ തറയിൽ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന കാണാം. അത് ഡോഗ്സിന് ഉള്ളതാണ്. സ്മെല്ല് ചെയ്ത് എന്തെങ്കിലും ട്രാക്ക് ചെയ്ത് പോകുക എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സാധാരണ എങ്ങനെയാണ് ഒരു മെജോറിറ്റി ആയിട്ടുള്ള ട്രെയിനേഴ്സ് അത് തിരുത്തുന്നതെന്ന് പറയുന്നത്, ലീഷ് പുള്ള് കൊടുക്കും. അതായത് തറയിൽ ഇങ്ങനെ മണപ്പിച്ച് പോകുമ്പോഴത്തേനോ എന്ന് പറഞ്ഞിട്ട് ലീഷ് പുള്ള് കൊടുക്കും. ലീഷ് പുള്ള് കൊടുത്തിട്ട് നമ്മുടെ കൂടെ നടന്നു വരുമ്പോഴത്തേനും ഫുഡ് കൊടുക്കും. ഇത് അവർക്ക് അവരുടെ ഒരു ആഗ്രഹത്തിന് നേരെ എഗൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അവർ നല്ല ഹൈ എനർജിയിലായിരിക്കും മണപ്പിച്ച് പോകുന്നത്. നമ്മൾ എന്തിനായിരിക്കും അവർ പോകുന്നത് എന്നുള്ളത് അഡ്രസ് ചെയ്യുന്നില്ല. പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതെന്തോ കുട്ടികൾ നമ്മളടുത്ത് ചോദിക്കാറില്ലേ, ഓരോ പുതിയ സാധനങ്ങൾ കാണുമ്പോൾ ഇതെന്തോ ഇതെല്ലാം ചോദിച്ചേ പോകത്തുള്ളൂ. ഇത് തന്നെയാണ് ഡോഗ്സും ചെയ്യുന്നത്. ആദ്യമായിട്ട് പുറത്തോട്ട് എത്തുമ്പോൾ ആ ഒരു സ്റ്റേജിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിനെ ട്രാക്ക് ചെയ്ത് നമ്മൾ പഠിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് സെർച്ചിങ് തന്നെയാണ്. ഡോഗ്സിന് എല്ലാ ദിവസവും രാവിലെ ഒരിടത്ത് കൊണ്ടുവന്ന് അങ്ങ് ഫുഡ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കമാൻഡ് അനുസരിക്കുന്ന സമയത്ത് നമ്മളൊരു ട്രീറ്റ് നേരെ വായിക്കാത്തോട്ട് കൊണ്ട് വെച്ച് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ഒരിക്കലും അവർക്കൊരു ഫണ്ണായിരിക്കത്തില്ല. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. ഫുഡ് ഇതിനകത്തൊരു കാര്യമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, മനുഷ്യരുടെ കേസ് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആഹാരം തരുന്നുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരുന്നുണ്ട്, ഇതെല്ലാം. പക്ഷേ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവർ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുമോ? പുറത്തോട്ടിറങ്ങി അവർ വിശാലമായിട്ടുള്ള ലോകം കണ്ടുപോകാനേ ആഗ്രഹിക്കത്തുള്ളൂ. ഡോഗ്സിന് നമുക്ക് അങ്ങനെ തുറന്നു വിടണമെന്നല്ല പറയുന്നത്. ഫ്രീഡം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടെയും പോകാനുള്ള അനുവാദം എന്നുള്ളതിനെക്കാട്ടിൽ ഉപരിയായിട്ട് ആഗ്രഹങ്ങൾ നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് അവർക്ക് അപകടകരമില്ലാത്ത രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഡോഗിനെ സ്മെല്ല് ചെയ്ത് പോകുക, അല്ലെന്നുണ്ടെങ്കിൽ സ്മെല്ല് ചെയ്ത് ട്രാക്ക് ചെയ്ത് പോവുക, എന്തെങ്കിലും സാധനങ്ങൾ കണ്ടുപിടിക്കുക, ഇതേപോലുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ചിട്ടുള്ള ഗെയിംസ് കുഞ്ഞിലേട്ട് കൊടുക്കണം. നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ട്രീറ്റ് മണപ്പിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക. ഒളിപ്പിച്ച് വെക്കുന്നത് ഇവർ സ്മെല്ല് ചെയ്ത് അത് കണ്ടുപിടിച്ചെടുക്കുമ്പോഴത്തേന് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതായത് അവരുടെ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റി കൊടുത്ത ഫുഡല്ലേ ഇത്, അവർ കണ്ടെത്തിയെടുത്ത ഒരു സാധനമാണ്. ഇത് തന്നെ പല സ്ഥലത്ത് ഇങ്ങനെ വെച്ച് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഡോഗ്സിനെ വളർത്തുന്നത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്ലേ ടൈം മാനേജ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, സ്വന്തമായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് തരിക. നിങ്ങളുടെ ഡോഗ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നത് ഫുഡ് വഴിയെക്കാട്ടിൽ കൂടുതൽ ഈ ഗെയിംസ് വഴിയിട്ടായിരിക്കും. എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും മിസ്സായി പോകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ വളർത്തുന്നവർ. ഫ്ലാറ്റിൽ വളർത്തുമ്പോഴത്തേനും നിങ്ങൾ ആകെ ഡോഗിന് പ്രൊവൈഡ് ചെയ്യുന്ന എക്സർസൈസ് എന്ന് പറയുന്നത് വാക്കിംഗ് അല്ലേ. അപ്പോൾ വാക്കിങ് നിങ്ങളും നിങ്ങളുടെ ഡോഗുമായിട്ട് കണക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ലീഷ് ലാംഗ്വേജ് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഡോഗ് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകത്തതേ ഉള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് കുഞ്ഞിലെ കളിപ്പിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഫ്ലാറ്റിനകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിലെ ആ ഒരു ഇത്രയും കിടന്ന് ഓടുന്ന സമയത്ത് കളിപ്പിക്കാനായിട്ട് പറ്റത്തില്ലേ? കളിപ്പിക്കുക, കൃത്യമായിട്ട് കളിപ്പിക്കുക, ആ സമയത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ മിസ്സായി പൊയ്ക്കഴിഞ്ഞാൽ ഡോഗ് നെഗറ്റീവായിട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വരും. കാരണം ചില കാര്യത്തിൽ അവൻ അഡ്വാൻറ്റേജ് എടുക്കും, ചിലതിനകത്ത് അഡ്വാൻറ്റേജ് എടുക്കാതിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ പോവുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.